നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജനുവരി 2026 ധനുരാശിക്കാർക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചാണ്. ഇതിൽ ജോലി, പണം, ബിസിനസ്, പ്രണയം, ആരോഗ്യം, വിവാഹം, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ദിവസങ്ങൾ, ഭാഗ്യം കൂടിയ സമയങ്ങൾ, ഇവയെല്ലാം ഈ വീഡിയോയിൽ വിശദമായി പറയാം. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കാരണം ധനുരാശിക്കാർക്ക് ഈ മാസം ദൂരദർശനവും ദിശാബോധവും നിറഞ്ഞ സമയമായിട്ടാണ് കാണുന്നത്. ധനുരാശിക്കാർക്ക് ജനുവരി 2026 എന്ന് പറയുന്നത് വ്യാപ്തിയും പഠനവും മുന്നോട്ടു പോകലും നിറഞ്ഞ ഒരു മാസമായിട്ടാണ് കാണുന്നത്. പുതിയ ആശയങ്ങൾ, പുതിയ വഴികൾ, പുതിയ ആളുകൾ, ഇവയെല്ലാം ഈ മാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പക്ഷേ ഒന്നോർക്കുക, ഓവർ കോൺഫിഡൻസ് പാടില്ല. ജോലി സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ജോലി ചെയ്യുന്ന ധനുരാശിക്കാർക്ക് ജനുവരി 2026 എന്ന് പറയുന്നത് ഗ്രോത്ത് ഓറിയന്റഡ് ഉള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത്. ടീച്ചിങ്, ലോ, ട്രാവൽ, പബ്ലിഷിംഗ്, അഡ്വൈസറി റോൾ, ഇതെല്ലാം ചെയ്യുന്നവരാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ജനുവരി 10 മുതൽ 24 വരെ പോസിറ്റീവ് റെസ്പോൺസ് പ്രതീക്ഷിക്കാം. ധനം, സാമ്പത്തികം, ഈ ഒരു സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ സാമ്പത്തികമായി ധനുരാശിക്കാർക്ക് ജനുവരി 2026 എന്ന് പറയുന്നത് നല്ലൊരു ഇൻകം തരുന്നൊരു മാസമായിട്ടാണ് കാണുന്നത്. ഇൻകം ഓപ്പർച്യൂണിറ്റീസ് കാണുന്നുണ്ട്. പക്ഷേ ട്രാവൽ എക്സ്പെൻസ് കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസും കൂടാൻ സാധ്യതയുണ്ട്. ജനുവരി 18 ശേഷം ബഡ്ജറ്റ് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. പ്രണയം, വിവാഹം സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ധനുരാശിക്കാർക്ക് ജനുവരി 2026 എന്ന് പറയുന്നത് ഒരു അണ്ടർസ്റ്റാൻഡിങ് പാർട്ണറുമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ബാലൻസ് ചെയ്യുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ബന്ധത്തെ ശക്തിപ്പെടുത്താനായിട്ട് നിങ്ങൾ തുറന്ന് സംസാരിക്കുക, കൺഫ്യൂഷൻസ് ഇല്ലാതെ മുന്നോട്ട് പോകുക, എന്തുണ്ടെങ്കിലും പാർട്ണറോട് തുറന്ന് സംസാരിക്കുക. ഇത് നിങ്ങളുടെ ബന്ധത്തെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തേക്കാം. വിവാഹം ആലോചിക്കുന്നവർക്ക് ലോങ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് കൾച്ചറിൽ നിന്നൊരു പ്രപ്പോസൽ വരാൻ സാധ്യതയുണ്ട്. എപ്പോഴാണെന്ന് വെച്ചാൽ ജനുവരി 21 ശേഷം വരാൻ സാധ്യതയുണ്ട്. സിംഗിളായിട്ടുള്ള ധനുരാശിക്കാർക്ക് ട്രാവൽ വഴി ഒരു പുതിയ ബന്ധം തുടങ്ങാൻ സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യം സൈഡ് നോക്കുകയാണെങ്കിൽ ആരോഗ്യപരമായി ധനുരാശിക്കാർ ലിവർ സൈഡ് കുറച്ച് ഇഷ്യൂസ് വരാൻ സാധ്യത കാണുന്നുണ്ട്. നല്ല എക്സസൈസ്, ആൽക്കഹോൾ നിങ്ങൾ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ആൽക്കഹോളെ കഴിക്കാൻ പാടില്ല, നിറയെ വെള്ളം കുടിക്കുക, ഇവയെല്ലാം പാലിച്ചാൽ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ജനുവരി മാസം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ഭാഗ്യ ദിവസങ്ങളും ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ലക്കി ഡേയ്സ് എന്ന് പറയുന്നത് ജനുവരി 6, 11, 20, 26 എന്നീ ദിവസങ്ങളാണ്. കെയർഫുൾ ആയിട്ടിരിക്കേണ്ട ദിവസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി 13, 19, 28 എന്നീ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ റിസ്കി ആയിട്ടുള്ള ഡിസിഷൻസ് എല്ലാം ഒഴിവാക്കുക. ആർഗ്യുമെന്റ്സിലോട്ട് പോകരുത്. നിറയെ സിറ്റുവേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ആർഗ്യുമെന്റിലോട്ട് പോകാനായിട്ട്. പക്ഷെ അതിലൊന്നും പോയി ചാടരുത്. ചെറിയൊരു പരിഹാരം ഞാൻ പറഞ്ഞുതരാം. വ്യാഴാഴ്ച ദിവസം മഞ്ഞ ദീപം കത്തിക്കുക. അതായത് മഞ്ഞ തിരിയിട്ട ദീപം കത്തിച്ചതിന് ശേഷം ഓം ഗുരവേ നമ എന്ന് 11 പ്രാവശ്യം ജപിക്കുക. ഇത് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ സഹായിക്കും. നിങ്ങൾക്ക് മനസ്സിന്റെ ശാന്തിയും സമാധാനവും കിട്ടാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ ധനുരാശിക്കാർക്ക് ജനുവരി 2026 എന്ന് പറയുന്നത് വളർച്ചയും ദിശയും നൽകുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്ന സംഭവം മറക്കരുത്. വാക്കുകൾ ഉത്തരവാദിത്തത്തോടെ എടുക്കുക. വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുക. ഓവർ കോൺഫിഡൻസ് പാടില്ല. അങ്ങനെ മുന്നോട്ട് പോയാൽ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വാതിലുകൾ തുറക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിക്കഴിഞ്ഞാൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഫെബ്രുവരി നമ്മുടെ പ്രൊഡിക്ഷൻസ് വരുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരും. നന്ദി.